ഇവിടെ നമ്മൾ കുറച്ച് വർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഐ വിൽ ഡേഷ് ടുമോറോ കം കമ്മിങ് ഹി കുഡ് ഡേഷ് എ സ്റ്റോറി റൈറ്റ് ടു റൈറ്റ് ഷീ ഹാസ് ഡേഷ് ന്യൂ കാർ എ ആൻഡ് ഓഫ് ഡേഷ് ഈസ് എ പെൻ ഓൺ ദ ടേബിൾ. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് യോജിച്ചതെന്ന് നമുക്ക് കണ്ടെത്താം. ഐ വിൽ ഡേഷ് ടുമോറോ. ഐ വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറാണ് അല്ലേ. അപ്പോൾ അവിടെ കം ആണോ കമ്മിങ് ആണോ? ഞാൻ നാളെ വരും എന്നാണ്. ഞാൻ നാളെ വരും എന്നാണ്. കം ആണോ വേണ്ടത് കമ്മിങ് ആണോ വേണ്ടത്? ഐ വിൽ ഡേഷ് ടുമോറോ. എന്തായാലും കം ആയിരിക്കും അല്ലേ. കമ്മിങ് ആണെങ്കിൽ ഈസാറാമാണ് വരിക. അപ്പോൾ നമ്മുടെ ആൻസർ കം എന്നാണ്. ഇനി ഹി കുഡ് ഡേഷ് എ സ്റ്റോറി. അവനൊരു കഥ എഴുതാൻ കഴിഞ്ഞു എന്നാണ്. അവനൊരു കഥ എഴുതാൻ കഴിഞ്ഞു. അവിടെ റൈറ്റ് ഉണ്ട്, ടു റൈറ്റ് ഉണ്ട്. ഹി കുഡ് കഴിഞ്ഞതിന് ശേഷം റൈറ്റ് ആണോ ടു റൈറ്റ് ആണോ വേണ്ടത്? റൈറ്റ് ടു റൈറ്റ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഓക്സിലറീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടു യൂസ് ചെയ്യാൻ പാടില്ല. സോ ഹി കുഡ് റൈറ്റ് എ സ്റ്റോറി. ഓക്കെ, നെക്സ്റ്റ് ഷീ ഹാസ് ഡേഷ് ന്യൂ കാർ. അവൾക്ക് ഒരു പുതിയ കാർ ഉണ്ട് എന്നാണ്. അവൾക്ക് ഒരു പുതിയ കാർ ഉണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു കാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ എ ആൻഡ് ഓഫ് ഏതായിരിക്കും? ഒരു എന്ന് പറയാനായിട്ട് എയും ആനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് യൂസ് ചെയ്യണം? ഷീ ഹാസ് ആൻ ന്യൂ കാർ എന്ന് പറയുമോ? അല്ലെങ്കിൽ എ ന്യൂ കാർ? ഏതാണ്? എ ന്യൂ കാർ എന്നാണ് അല്ലേ. അപ്പോൾ ഷീ ഹാസ് എ ന്യൂ കാർ. ഓക്കെ, ഇനി അവസാനത്തെ ക്വസ്റ്റ്യന് ഡേഷ് ഈസ് എ പെൻ ഓൺ ദ ടേബിൾ. ഡേഷ് ഈസ് എ പെൻ ഓൺ ദ ടേബിൾ എന്നാണ്. പേന മേശപ്പുറത്തുണ്ട് എന്നാണ്. പേന എന്നൊരു വസ്തു മേശപ്പുറത്തുണ്ട്, അല്ലാതെ ഇവിടെ ഒരാളെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാവിൻ്റെ ഹാസിൻ്റെ ദറുണ്ട്. ഏതായിരിക്കും? പേന മേശപ്പുറത്തുണ്ട് എന്നാണ്. അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓപ്ഷൻസ് ഉണ്ട്, ഹാവ്, ഹാസ്, ദറുണ്ട്. അപ്പോൾ ഏതാണ്? ഹാവ് ഈസ് എ എന്നാണോ, ഹാസ് ഈസ് എ എന്നാണോ, ദർ ഈസ് എ എന്നാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ആൻസർ കമൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.